അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠത്തേക്ക് കടക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ള പാഠം രുക്മിണിയും തോഴിമാരും. മലയാള ഭാഷയ്ക്ക് നവചൈതന്യം പകർന്ന കവിശ്രേഷ്ഠനാണ് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരി. കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സാഹിത്യ സദസ്സിൽ ചരിത്ര പ്രതിഷ്ഠ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ പ്രാചീന കവിത്രയങ്ങളിൽ പ്രമുഖനായ ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃതിയിൽ നിന്നെടുത്ത പാഠഭാഗമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. മലയാള ഭാഷയ്ക്ക് നവചൈതന്യം പകർന്ന കവിശ്രേഷ്ഠനാണ് അദ്ദേഹം. 15-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ കൃഷ്ണഗാഥ എന്ന ഒറ്റ കാവ്യം കൊണ്ട് തന്നെ അദ്ദേഹം മലയാള സാഹിത്യ സദസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്, അല്ലെങ്കിൽ കവിയാണ്. സാഹിത്യ രചനയ്ക്ക് ഉതകുന്ന വ്യക്തിത്വം മലയാള ഭാഷയ്ക്കില്ലെന്ന ധാരണയിൽ തമിഴിൻ്റെ സഹായത്തോടെ പാട്ടുപ്രസ്ഥാനവും സംസ്കൃതത്തിൻ്റെ കൈത്താങ്ങലോടെ മണിപ്രവാള പ്രസ്ഥാനവും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ ശുദ്ധമായ മലയാള ഭാഷയിൽ ബൃഹത്തായ ഒരു കാവ്യം രചിക്കാൻ ഭക്തനായ ഒരു കവി നടത്തിയ ധീരമായ പരീക്ഷണത്തിൻ്റെ വിജയമാണ് കൃഷ്ണഗാഥയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ കൃഷ്ണഗാഥ എന്ന ആ കാവ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ആ വാക്യത്തിൽ സൂചിപ്പിച്ചത്. അത് ദീർഘമായ ഒരു വാക്യമാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. അതായത് ചെറുശ്ശേരി നമ്പൂതിരി ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് കരുതുന്നു. അപ്പോൾ ഈ 15-ാം നൂറ്റാണ്ടിൽ തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും അതിപ്രസരം, ഈ രണ്ട് ലാംഗ്വേജസിൻ്റെയും അതിപ്രസരമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തമിഴിൻ്റെ സഹായത്തോടെ പാട്ടുപ്രസ്ഥാനവും സംസ്കൃതത്തിൻ്റെ സഹായത്തോടെ മണിപ്രവാള പ്രസ്ഥാനവും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ഏത് കൃതി പുറത്തിറങ്ങിയാലും ആ കൃതിയിൽ തമിഴ് ഭാഷയും സംസ്കൃത ഭാഷയുടെയും അതിപ്രസരമുണ്ടായിരുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ തമിഴിൻ്റെ സഹായത്തോടെ പാട്ടുപ്രസ്ഥാനവും സംസ്കൃതത്തിൻ്റെ സഹായത്തോടെ മണിപ്രവാള പ്രസ്ഥാനവും കൊടികുത്തി വാണിരുന്ന ഒരു സമയം. ഈ സമയത്താണ് ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ രചിക്കുന്നത്, അതും ശുദ്ധമായ മലയാള പദങ്ങൾ കൊണ്ട്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ മലയാളത്തിന് സ്വതന്ത്രമായ അല്ലെങ്കിൽ തനതായ ഒരു ശൈലി രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു കൃതി രചിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതാണ് കൃഷ്ണഗാഥ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. കൃഷ്ണനോടുള്ള അതിരുകവിഞ്ഞ ഭക്തിയാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗവത കഥയാണ് കൃഷ്ണഗാഥയ്ക്ക് വിജയം. അപ്പോൾ നമുക്കറിയാം, ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കഥ, അല്ലേ, അത് ഭാഗവത കഥയെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണനോടുള്ള അതിരുകവിഞ്ഞ ഭക്തിയാണ് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ. ഈ കൃഷ്ണഗാഥ എഴുതിയത് ഭാഗവതത്തിലെ കൃഷ്ണകഥയെ അടിസ്ഥാനമാക്കിയാണ്. കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ ഇതിൽ വിവരിക്കുന്നുണ്ട്. അതുകൂടാതെ സ്വർഗാരോഹണം സർഗം ഒഴികെ, സർഗം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അധ്യായം എന്ന അർത്ഥത്തിലാണ്. സ്വർഗാരോഹണ സർഗം ഒഴികെ മുഴുവൻ ഭാഗങ്ങളും ശുദ്ധമായ മലയാളത്തിലാണ് രചിച്ചത്. വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. കവിയുടെ വർണ്ണനാ പാടവം, അലങ്കാര പ്രയോഗ ചാതുരി തുടങ്ങിയവയ്ക്ക് ഉത്തമ നിർദർശനങ്ങളായ ഭാഗങ്ങൾ എത്ര വേണമെങ്കിലും കൃഷ്ണഗാഥയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ചെറുശ്ശേരി എന്ന മഹത്തായ ആ കവിയുടെ വർണ്ണനാ പാടവും അദ്ദേഹത്തിൻ്റെ അലങ്കാര പ്രയോഗ ചാതുരിയും
ഉത്തമമായി അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ് കൃഷ്ണഗാഥ എന്ന് പറയാൻ സാധിക്കും. ഇനി കൃഷ്ണഗാഥയെ ആകർഷകമാക്കുന്നത് അതിലെ ശൃംഗാരം, ഭക്തി തുടങ്ങിയ ഭാവങ്ങളാണ്. ശൃംഗാരവും ഭക്തിയും നല്ല ആ രണ്ട് ഭാവങ്ങളും വളരെ വ്യക്തമായി, അതായത് സമഞ്ജസ സമ്മേളനമായാണ് കൃഷ്ണഗാഥയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കൃഷ്ണഗാഥ എന്ന ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃതിയിൽ ശൃംഗാരവും ഭക്തിഭാവങ്ങളും സമഞ്ജസമായി അവതരിപ്പിക്കുന്നു. കൃഷ്ണഗാഥയിലെ രുക്മിണി സ്വയംവരം എന്ന കഥാഭാഗത്തു നിന്നാണ് ഈ പാഠം എടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കൃഷ്ണഗാഥയിലെ രുക്മിണി സ്വയംവരം. കൃഷ്ണഗാഥ എന്ന ചെറുശ്ശേരി നമ്പൂതിരിയുടെ ആ ഒരു കാവ്യസമാഹാരത്തിലെ രുക്മിണി സ്വയംവരം എന്ന കഥാഭാഗത്തു നിന്നാണ് രുക്മിണിയും തോഴിമാരും എന്ന നമ്മുടെ പാഠഭാഗം എടുത്തിട്ടുള്ളത്. ഭീഷ്മക രാജാവിൻ്റെ പുത്രിയായിരുന്നു രുക്മിണി. ഭീഷ്മക രാജാവിൻ്റെ പുത്രിയായിരുന്നു രുക്മിണി. അവർ ശ്രീകൃഷ്ണനിൽ അനുരക്തയായി തീർന്നു. എന്നാൽ തൻ്റെ പുത്രനായ രുക്മിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭീഷ്മർ രുക്മിണിയെ ചേതി രാജാവായ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. രുക്മിണിയുടെ മനസ്സ് ശിശുപാലനിലേക്ക് തിരിക്കാൻ തോഴിമാർ എന്ത് ചെയ്തു? വൃഥാ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. മദനതാപത്താൽ പരവശയായ രുക്മിണിയുടെ ചേഷ്ടകൾ തോഴിമാരുടെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ പാഠം. അപ്പോൾ കൃഷ്ണഗാഥയിലെ രുക്മിണി സ്വയംവരം എന്ന കഥാഭാഗത്തു നിന്നാണ് രുക്മിണിയും തോഴിമാരും എന്ന നമ്മുടെ പാഠം എടുത്തിട്ടുള്ളത്. എന്താണ് ഈ പാഠത്തിൻ്റെ പ്രമേയം എന്ന് ചോദിച്ചാൽ, ഭീഷ്മക രാജാവിൻ്റെ പുത്രിയാണ് രുക്മിണി. രുക്മിണിക്ക് ശ്രീകൃഷ്ണനെ വലിയ ഇഷ്ടമാണ്. എന്നാൽ ഭീഷ്മക രാജാവിൻ്റെ പുത്രനായ അല്ലെങ്കിൽ രുക്മിണിയുടെ ജ്യേഷ്ഠനായ രുക്മി ചേതി രാജാവിനെ തൻ്റെ പെങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അച്ഛനായ ഭീഷ്മകനെ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. അങ്ങനെ ചേതി രാജാവായ ശിശുപാലനെ കൊണ്ട് രുക്മിണിയെ വിവാഹം കഴിപ്പിച്ചു. അതായിരുന്നു ഭീഷ്മക രാജാവിൻ്റെയും മകൻ രുക്മിയുടെയും ആഗ്രഹം. വിവാഹം കഴിഞ്ഞെങ്കിലും ശിശുപാലനിലേക്ക് അവളുടെ ശ്രദ്ധയും സ്നേഹവും എത്തിക്കുവാൻ തോഴിമാർ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരുന്നു. എന്നാലും എന്ത് ചെയ്തു? രുക്മിണിയുടെ ആ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഷ്ടകൾ കണ്ടുകൊണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നിന്നു. ആ ചേഷ്ടകളെക്കുറിച്ച് തോഴിമാർ വിവരിക്കുന്ന ഭാഗമാണ് നമ്മുടെ പാഠഭാഗം എന്നാണ് പറയുന്നത്. പാഠത്തിലെ പ്രധാന പദങ്ങളും അവയുടെ അർത്ഥവും: മന്നവൻ രാജാവ്, ഖിന്നൻ ദുഃഖിതൻ, സോദരൻ സഹോദരൻ, നാരിമാർ സ്ത്രീകൾ, ചൈതന്യം എന്ന് പറഞ്ഞാൽ ചേതി രാജാവ് നമ്മുടെ ശിശുപാലൻ, മാനസം മനസ്സ്, ചാരത്ത് സമീപത്ത്, കൊണ്ടൽ മേഘം, കൊണ്ടൽ നേർവർണ്ണൻ, കാർമേഘത്തിന് തുല്യമായ നിറത്തോടു കൂടിയവൻ അതായത് ശ്രീകൃഷ്ണൻ, ഓർച്ച ഓർമ്മ, മന്നിടം ഭൂമി, കാമൻ കാമദേവൻ, മറൽ ദുഃഖം, മങ്കാസ്ത്രീ മൂലം കാരണം, വാണി വാക്ക്, രമ്യം മനോഹരം, ചെമ്മേ നന്നായി ഭംഗിയോടെ, വെല്ലുക ജയിക്കുക, വീർമ ദീർഘനിശ്വാസം, ചോരിവ ചുവന്നവായ്, ആതാപം വെയിൽ, ഭാഷണം അലങ്കാരം. ഭാഷണത്തിന് അലങ്കാരം എന്ന് മാത്രമല്ല സംസാരം എന്നും അർത്ഥമുണ്ട്. ദ്വേഷം വെറുപ്പ്, നർമ്മം ഫലിതം, കേഴുക കരയുക, പീയൂഷം അമൃത്, പാഴമ തെറ്റ്, ന്യായം, കോൾമയിർ രോമാഞ്ചം, വായ്പ് വർധന, അഞ്ചാതെ കൂസലില്ലാതെ, കൊങ്കകൾ മൂലകൾ, ചേല വസ്ത്രം, കാഞ്ചി അരഞ്ഞാണം, മംഗളം, മൗലി ശിരോഭൂഷണം, കൽപ്പകദാരു കൽപ്പകവൃക്ഷം, മാരമാൽ മാരതാപം, കോഴ ലജ്ജ, മന്മാനസം എൻ്റെ മനസ്സ്,
മന്മഥൻ കാമദേവൻ, കഴൽ പാദം, ദേവകീനന്ദൻ ദേവകിയുടെ പുത്രൻ ശ്രീകൃഷ്ണനാണ്. വാരിജം, വാരിയിൽ നിന്ന് ജനിച്ചത്. വാരി എന്ന് പറഞ്ഞാൽ ജലം, വാരിയിൽ നിന്ന് ജനിച്ചത് എന്ന് പറഞ്ഞാൽ താമരയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വാരിജലോചനൻ, താമരയിതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവൻ, അതായത് സുന്ദരൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ലോചനം കണ്ണ്, കെഞ്ചുക യാചിക്കുക, താർത്തേൻ നല്ലതേൻ, വാഞ്ച ആഗ്രഹം, തോഷം സന്തോഷം, കാന്തി ശോഭ അല്ലെങ്കിൽ ഭംഗി. ഇത്രയുമാണ് പഠിക്കാനുള്ള പാഠഭാഗത്തിലെ പ്രധാന പദങ്ങളുടെ അർത്ഥം. അതോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടി ഇന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്ന് നോക്കാം. അതിൽ 5 വാക്യത്തിൽ ഉത്തരമെഴുതുക എന്നൊരു വിഭാഗമുണ്ട്. ആ ഒരു വിഭാഗത്തിൽ രുക്മിണിയും തോഴിമാരും എന്ന പാഠത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം നോക്കാം. കീഴ്പോട്ട് ചാടുന്ന വൻ നദീവെള്ളത്തെ മേൽപോട്ട് പോകുവാനെന്ന പോലെ, കീഴ്പോട്ട് ചാടുന്ന വൻ നദിവെള്ളത്തെ മേൽപോട്ട് പോകുവാനെന്ന പോലെ സന്ദർഭവും ആശയവും വിശദമാക്കുക. ഉത്തരം നോക്കിക്കേ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ രുക്മിണി സ്വയംവരം എന്ന ഭാഗത്തു നിന്നെടുത്തിട്ടുള്ളതാണ് ഈ വരികൾ. രുക്മിണി ശ്രീകൃഷ്ണനിൽ അനുരക്തയാണ്. എന്നാൽ തൻ്റെ മകനായ രുക്മിയുടെ നിർബന്ധത്തെ തുടർന്ന് ഭീഷ്മക രാജാവ് രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. തോഴിമാർ രുക്മിണിയുടെ മനസ്സു മാറ്റാൻ പരിശ്രമിക്കുന്നു. എന്നാൽ ഇത് കീഴോട്ട് പായുന്ന നദീജലത്തെ മേലോട്ടാക്കുവാൻ പരിശ്രമിക്കുന്നത് പോലെ വ്യർത്ഥമാണെന്നാണ് ചെറുശ്ശേരി സൂചിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണനിൽ ലയിച്ച് രുക്മിണിയുടെ മനസ്സു മാറ്റാൻ പരിശ്രമിക്കുന്നത് വെറുതെയാണ് എന്നാണ് സാരം. അപ്പോൾ എല്ലാവരും ഇത് നന്നായി കേട്ട് പഠിക്കുക. 5 വാക്യത്തിൽ ഉത്തരമെഴുതുക എന്നുള്ളത് ചോദ്യപേപ്പറിലെ ഒരു സെക്ഷനാണ്. അപ്പോൾ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ സന്ദർഭവും ആശയവും വിശദമാക്കാനായിരിക്കാം പറയുന്നത്. സന്ദർഭം എന്ന് പറയുന്നത് ആശയം എന്ന് പറയുന്നതും നമ്മൾ ആ കാവ്യഭാഗം നന്നായി പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ രുക്മിണി സ്വയംവരം എന്ന ഭാഗത്തു നിന്ന് എടുത്തതാണ് ഈ വരികൾ. അതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നാം ഏത് സന്ദർഭമാണോ നമുക്ക് തരുന്നത് ആ കൃതിയും എഴുത്തുകാരനും നമ്മുടെ പാഠഭാഗവും വ്യക്തമായും അതിൽ പറഞ്ഞിരിക്കണം. ഇനി ആശയം വിശദീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുകയും വേണം.